തീരദേശ പരിപാലന നിയമം ലംഘിച്ച് പുറമ്പോക്ക് ഭൂമി കയ്യേറി സ്വകാര്യ റിസോർട്ട് നിർമ്മാണം. തിരുവനന്തപുരം വിഴിഞ്ഞം കോട്ടുകാലിലാണ് 2 ഏക്കറോളം സ്ഥലം കയ്യേറി നിർമ്മാണം പുരോഗമിക്കുന്നത്. പരാതി നൽകി സമരം നടത്തിയിട്ട് നിർമ്മാണം തടസ്സമില്ലാതെ നീങ്ങുകയാണ്. ഈ വഴി കണ്ടാൽ ഒരു മനോഹര തീരത്തെത്തും എന്ന് ആരും കരുതില്ല. ഇരുവശങ്ങളിലും വലിയ പൊക്കത്തിൽ മതിൽ നിർമ്മിച്ച് ആർക്കും വേഗത്തിൽ ഒന്നും അറിയാൻ കഴിയാത്ത തരത്തിലാണ് നിർമ്മാണം. വിഴിഞ്ഞം തുറമുഖം ദർശനമേകുന്ന ഈ മനോഹര തീരത്ത് സർക്കാർ അളന്നു തിട്ടപ്പെടുത്തിയ നാട്ടുകാരുടെ വിനോദ കേന്ദ്രം കൂടിയായ 1 ഏക്കർ 70 സെന്റ് സ്ഥലം ഇപ്പോൾ ബെത്സെയ്ദ എന്ന സ്വകാര്യ കമ്പനിയുടെ കയ്യിലാണ്. ഫാമിലിയായിട്ടൊക്കെ വന്ന് കുറച്ചു നേരം വൈകുന്നേരം കാറ്റ് കൊള്ളാൻ വേണ്ടി വന്നിരിക്കുന്ന സ്ഥലമാണ്. ഇപ്പോൾ ഈ സ്ഥലം ഉൾപ്പെടെ അവർ വീണ്ടും കെട്ടി എടുക്കുകയാണ്. ഈ പാറയെല്ലാം അവർ ഡ്രില്ല് ചെയ്ത് ഇതെല്ലാം പൊളിച്ച് ഇവിടെ നിന്ന് കടപ്പുറത്തു നിന്നാണ് എല്ലാ പണിക്കുള്ള മണല് കാര്യങ്ങൾ എക്യുപ്മെന്റ്സ് എല്ലാം ഉപയോഗിച്ചിട്ടുള്ളത്. മുൻപ് കയ്യേറ്റം കയ്യോടെ പിടിക്കപ്പെട്ട് കെട്ടിടങ്ങൾ പലതും പൊളിച്ചിരുന്നെങ്കിലും ഉടമയുടെ സ്വാധീനത്താൽ അതൊക്കെ പഴങ്കഥയായി. എല്ലാം പഴയപടിയിലേക്ക്. ഇപ്പോൾ കുറച്ചുകൂടി കയ്യേറുകയാണ് ചെയ്തത്. തീരത്തോട് ചേർന്ന വലിയ പാറക്കൂട്ടങ്ങൾ പോലും ഇളക്കിമറിച്ചാണ് നിർമ്മാണം നടക്കുന്നത്. കോവിഡിൻ്റെ ഈ പശ്ചാത്തലത്തിൽ ഇവിടെ ആരും വലുതായിട്ട് സഞ്ചാരമില്ലാത്ത ഒരു സമയം നോക്കി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നത്. അതിനെതിരെ യൂത്ത് കോൺഗ്രസിൻ്റെ പേരിൽ തന്നെ അധികാരികൾക്കും ഇതിൽ ശ്രദ്ധയിൽപ്പെടുത്തുവാനും ശ്രമിച്ചിട്ടുണ്ട്. നിർമ്മാണം നിർത്തിവെക്കണമെന്ന ആവശ്യമുന്നയിച്ച് പഞ്ചായത്തിനെ നാട്ടുകാർ സമീപിച്ചെങ്കിലും ഫലമുണ്ടായില്ല. പ്രതികരണമറിയാൻ ഞങ്ങൾ ബന്ധപ്പെട്ടപ്പോഴും ലഭ്യമായതുമില്ല. കോവിഡ് കാലത്ത് നാട്ടിലെ റിസോർട്ടുകൾക്ക് പൂട്ടുവീണപ്പോൾ അതിന്റെ മറപിടിച്ചാണ് ഇവിടെ അനധികൃത നിർമ്മാണം നടക്കുന്നത്. തീരദേശ പരിപാലന നിയമം ലംഘിച്ച് സർക്കാർ ഭൂമി കയ്യേറി നടത്തുന്ന ഈ നിർമ്മാണ പ്രവർത്തികൾക്കെതിരെ നാട്ടുകാർ സംഘടിച്ചിട്ടും ബന്ധപ്പെട്ടവർക്ക് അനക്കമില്ല. ക്യാമറ പേഴ്സൺ ബിജു മടവൂരിനൊപ്പം യു ഷൈജു, മീഡിയ 1, തിരുവനന്തപുരം. യു ഷൈജു ഉണ്ട് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ. ഷൈജു, ഈ കോവിഡിന്റെ മറവിൽ നഗ്നമായ നിയമലംഘനമാണോ വിഴിഞ്ഞത്ത് നടക്കുന്നത്? ഷൈജുവിന് അവിടെ പോയി ആളുകളുടെ പ്രതികരണം എടുത്തപ്പോൾ എന്താണ് മനസ്സിലായത്? സാധാരണ ഇത്തരത്തിൽ അനധികൃത നിർമ്മാണം നടന്നാൽ നോട്ടീസ് നൽകേണ്ട ചുമതല പഞ്ചായത്തിനുണ്ട്. പഞ്ചായത്തും മുഖം തിരിക്കുകയാണോ, ഒത്താശ ചെയ്യുകയാണോ ഈ അനധികൃത നിർമ്മാണത്തിന്? അഞ്ജിത, ഈ ഭാഗത്ത് വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന ഒരു റിസോർട്ടാണ് ബെത്സെയ്ദ എന്ന പേരിൽ പ്രവർത്തിക്കുന്ന ഈ റിസോർട്ട്. ഈ റിസോർട്ടിൽ നേരത്തെ തന്നെ ഈ കയ്യേറ്റം പ്രതിഷേധത്തിന് ഇടവരുത്തിയ ഒരു കാര്യമാണ്. ഈ കയ്യേറ്റത്തെ തുടർന്ന് കഴിഞ്ഞ LDF സർക്കാരിന്റെ ഭരണകാലത്ത് ഈ കയ്യേറ്റം കണ്ടെത്തുകയും അത് തടയുകയും അവിടെ നിർമ്മിച്ച നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെപ്പിക്കുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ അത് ഏറെക്കാലം മുന്നോട്ട് പോയില്ല. വളരെ വേഗത്തിൽ തന്നെ ഇതിന്റെ ഉടമസ്ഥന്റെ സ്വാധീനത്തിൽ വീണ്ടും ഈ കയ്യേറ്റം നടന്നിരിക്കുന്നു എന്നാണ്. ഇപ്പോൾ നടന്നിരിക്കുന്നത് ഈ പഞ്ചായത്തിന് കീഴിൽ ഉള്ള 1 ഏക്കർ ഏതാണ്ട് 70 സെന്റ് സ്ഥലം, അതാണ്ട് 1 ഏക്കർ 70 സെന്റ് സ്ഥലം നേരത്തെ തന്നെ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഇത് അളന്ന് തിട്ടപ്പെടുത്തി പുറമ്പോക്ക് ഭൂമിയാണെന്ന് കണ്ടെത്തി മാറ്റിയിട്ടിരിക്കുന്ന ഒരു ഭൂമിയാണ്. ഈ ഭൂമിയിൽ ഈ കടലോരത്ത് തന്നെ നാട്ടുകാർ വന്ന് കാറ്റുകൊള്ളുകയും അവരുടെ വിനോദ കേന്ദ്രം കൂടിയായിരുന്ന ഒരു സ്ഥലം കെട്ടിത്തിരിച്ച് എടുത്ത് കടലോരത്ത്, അതായത് TRS തീരദേശ പരിപാലന നിയമം പാലിച്ചുകൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കണം എന്ന ചട്ടം ഇവിടെ പാലിക്കുന്നില്ല. തീരത്തോട് വളരെ അടുത്ത് നിൽക്കുന്ന വലിയൊരു പാറക്കെട്ടുണ്ട്. ആ പാറക്കെട്ട് പൊട്ടിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അതിന് തൊട്ടടുത്ത് തന്നെ ഏതാണ്ട് 20 മീറ്റർ പരിധിക്കകത്ത് തന്നെയാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്നതാണ് ഒരു പ്രധാനപ്പെട്ട വസ്തുത. അതായത് ഷൈജു, ഈ പുറമ്പോക്ക് ഭൂമി കയ്യേറിയിട്ടുണ്ട്, ഈ തീരദേശ പരിപാലന നിയമ ചട്ട ലംഘനവും ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായും ഈ തീരദേശ പരിപാലന നിയമം ലംഘിച്ചിട്ടുണ്ട്. കാരണം ഈ തീരത്തോട് നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കൃത്യമായി കാണാൻ സാധിക്കും. ഈ തീരത്തോട് ചേർന്നിട്ടുള്ള സ്ഥലമാണ് കയ്യേറിയിട്ടുള്ളത്. ആ കയ്യേറി തീരദേശ പരിപാലന നിയമം ലംഘിക്കപ്പെട്ടിരിക്കുന്നു. ഈ ഭൂമി ഈ ഉടമസ്ഥന്റെ സ്വന്തമല്ല, ഇത് പുറമ്പോക്ക് ഭൂമിയാണ്. ഇത് സർക്കാർ അളന്ന് തിട്ടപ്പെടുത്തി പുറമ്പോക്ക് ഭൂമിയാണെന്ന് കണ്ടെത്തി മാറ്റിയിട്ടിരിക്കുന്ന ഭൂമി കൂടിയാണ്. ഈ ഭൂമിയാണ് കയ്യേറി നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം അവിടെ എത്തുമ്പോൾ നമ്മൾ കണ്ടപ്പോൾ മാത്രമാണ് നിർമ്മാണ ജോലികൾ നിർത്തിവെച്ച് ആളുകൾ പിറകോട്ട് മാറിയത്. അവിടെ പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ ഇപ്പോഴും നിർമ്മാണം നടക്കും നമുക്ക് കാണാം. വലിയൊരു റിസോർട്ടാണ്, ഏക്കർ
കണക്കിന് ഭൂമി നീണ്ടു കിടക്കുന്ന ഈ റിസോർട്ടിൽ ഈ ഭൂമി കൂടി ഏറ്റെടുത്തിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു നിർമ്മാണ പ്രവർത്തനം, ഇത് കോവിഡിന്റെ മറവിൽ പല സ്ഥലങ്ങളിലും റിസോർട്ട് നിർമ്മാണങ്ങൾ നിർത്തിവെച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടി. ഇത്തരം ഒരു സാഹചര്യം മുതലെടുത്തിട്ടാണ് വലിയ മതിൽ കെട്ടി അതിനകത്ത് ആരും കാണാത്ത തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. നാട്ടുകാർ ഈ വിഷയത്തിൽ ഇടപെടുകയും സമരം നടത്തുകയും രാഷ്ട്രീയ പാർട്ടികൾ കൊടി സ്ഥാപിക്കുകയും ഒക്കെ ചെയ്ത് പ്രതിഷേധിച്ചിട്ട് പോലും പഞ്ചായത്ത് ഒരു സ്റ്റോപ്പ് മെമ്മോ കൊടുക്കുകയോ അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾക്കായി ഞാൻ ഷൈജുവിലേക്ക് വരാം. ഇപ്പോൾ അഡ്വക്കേറ്റ് വിനോദ് കോട്ടുകാലുണ്ട്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയാണ്. അഡ്വക്കേറ്റ് വിനോദ്, അതായത് മുമ്പ് ഈ അനധികൃതമാണ് നിർമ്മാണം എന്ന് കണ്ടെത്തി നോട്ടീസ് നൽകിയതാണ്. പക്ഷേ ഇപ്പോൾ ഈ കോവിഡിന്റെ മറവിൽ വീണ്ടും തകൃതിയായി തന്നെ ഈ റിസോർട്ട് ബെത്സൈദ റിസോർട്ടുമായി ബന്ധപ്പെട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. പഞ്ചായത്ത് ഇതൊന്നും കണ്ടില്ലെന്ന് നടിക്കുകയാണോ അതോ ഒത്താശ ചെയ്യുകയാണോ? ഈ ബെത്സൈദ റിസോർട്ട് സർക്കാർ ഭൂമി കയ്യേറി അവിടെ കെട്ടിടം നിർമ്മിക്കുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ നമ്മൾ ആ പ്രദേശം സന്ദർശിക്കുകയും നഗ്നമായ നിയമലംഘനമാണ് ബെത്സൈദ റിസോർട്ട് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് അടിയന്തരമായി അവിടുത്തെ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റി പ്രവർത്തകര് അവിടെ കൊടി നാട്ടി പ്രവർത്തനം നിർത്തിവെപ്പിച്ചത്. അതിനുശേഷം ഞാൻ എന്റെ ലെറ്റർ പേഡിൽ പഞ്ചായത്ത് ഭരണസമിതിക്ക് പരാതി കൊടുത്തു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ ഇന്നലെ പഞ്ചായത്ത് കമ്മിറ്റി കൂടുകയും ഇന്ന് തന്നെ അവർക്ക് സ്റ്റോപ്പ് മെമ്മോ കൊടുക്കുമെന്നാണ് ഞാൻ ഇന്ന് മനസ്സിലാക്കുന്നത്. ഇനി മുൻകാലങ്ങളിലും ഇത് ഇത്തരത്തിലുള്ള നടപടികൾ പഞ്ചായത്ത് എടുക്കുമ്പോഴും അതിനെ അവഗണിച്ചുകൊണ്ട് ഈ റിസോർട്ടുകാർ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നിട്ടുണ്ട്. എന്തായാലും ഈ സ്റ്റോപ്പ് മെമ്മയെ അവഗണിച്ചുകൊണ്ടാണ് ഇവർ മുന്നോട്ട് നിർമ്മാണ പ്രവർത്തനങ്ങളെ പോകുന്നത് എങ്കിൽ ശക്തമായ പ്രതിഷേധം യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. ഒരു രീതിയിലും അവിടെ കെട്ടിടം പണിയാൻ വേണ്ടി ഞങ്ങൾ അനുവദിക്കില്ല. ഈ തീരദേശ പരിപാലന നിയമമൊക്കെ ലംഘിച്ചുകൊണ്ടുണ്ടാക്കിയ മരട് ഫ്ളാറ്റ് പൊളിച്ചതും കാപ്പിക്കോ റിസോർട്ടിന് പൊളിക്കാനുള്ള അനുമതി അത് സുപ്രീം കോടതി നൽകിയതൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോഴാണ് ഇത്തരത്തിൽ തീരദേശ പരിപാലന ചട്ടവും ലംഘിച്ച് പുറമ്പോക്കിൽ തന്നെ ഇത്തരത്തിൽ സ്വകാര്യ റിസോർട്ട് വരുന്നത്. ഈ പഞ്ചായത്ത് ഇത്തരത്തിൽ നിങ്ങളൊക്കെ പ്രതിഷേധം ഉയർത്തുന്ന സമയത്ത് ഒരു സ്വാഭാവിക നടപടി എന്ന രീതിയിൽ മാത്രമാണോ പഞ്ചായത്ത് ഈ നോട്ടീസ് നൽകുന്നത്? അതിലപ്പുറത്തേക്ക് വീണ്ടും അവിടെ അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടോ എന്ന കാര്യത്തിലൊന്നുമുള്ള ശ്രദ്ധ പഞ്ചായത്ത് വെച്ച് പുലർത്തുന്നില്ലേ? ഒരിക്കലുമല്ല. അടിയന്തരമായി തന്നെ അവർ ഇന്നലെ പഞ്ചായത്ത് കമ്മിറ്റി കൂടി ഇന്ന് സ്റ്റോപ്പ് മെമ്മോ കൊടുക്കും. അതോടൊപ്പം തന്നെ ഇതിന്റെ റിപ്പോർട്ട്, എന്റെ പരാതി ഉൾപ്പെടെ വിശദമായ റിപ്പോർട്ട് വെച്ച് കളക്ടർക്കും അതുപോലെ ബന്ധപ്പെട്ട സർക്കാരിന്റെ ശ്രദ്ധയിലും അവർ കൊണ്ടുവരുമെന്ന് ഒരു ഉറപ്പും അവർ നൽകിയിട്ടുണ്ട്. അതെന്തായാലും നാളുകളിലും മറ്റൊക്കെ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അവരുടെ പ്രവർത്തനങ്ങൾ. ശരി, നന്ദി അഡ്വക്കേറ്റ് വിനോദ് കോട്ടുങ്കൽ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ഷൈജു, ഇപ്പോൾ ആ പരാതി കൊടുത്ത അഡ്വക്കേറ്റ് വിനോദ് കോട്ടുങ്കൽ പറയുന്നത് പഞ്ചായത്ത് ഭരണസമിതി കൂടി സ്റ്റോപ്പ് മെമ്മോ കൊടുക്കാനുള്ള തീരുമാനമായിട്ടുണ്ട് എന്നാണ്. അഞ്ജിത, പഞ്ചായത്ത് ഇത്തരത്തിലുള്ള ഒരു തീരുമാനം ഔദ്യോഗികമായി എടുത്ത വിവരം ഇപ്പോഴും നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് പ്രസിഡന്റിനെയും സെക്രട്ടറിയെയും നമ്മൾ വിളിച്ചതാണ്. എന്നാൽ അവർ ഇക്കാര്യത്തിൽ പ്രത്യക്ഷത്തിൽ പ്രതികരിക്കാൻ സന്നദ്ധമല്ല എന്നാണ് നമ്മളോട് പറഞ്ഞത്. കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് ഈ പഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ് സമരം നടക്കുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട്. കോൺഗ്രസിന്റെ MLA എം വിൻസെന്റ് ആണ് ഈ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ കോൺഗ്രസിന്റെ ഇടപെടൽ ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഈ പഞ്ചായത്ത് ഈ വിഷയത്തിൽ മാധ്യമങ്ങളിൽ വാർത്ത വരുന്നതിന് ശേഷം പ്രതികരിക്കേണ്ടി വരും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇതുവരെയും ഇതിന് സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടില്ല. ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ നൽകാൻ കഴിയുന്നത് വരും. ശരി ഷൈജു, തീരദേശ പരിപാലന നിയമം ലംഘിച്ച് പുറമ്പോക്ക് ഭൂമി കയ്യേറി വിഴിഞ്ഞത്ത് സ്വകാര്യ റിസോർട്ട് നിർമ്മാണം. കോട്ടുകാലിലാണ് 2 ഏക്കറോളം സ്ഥലം കയ്യേറി നിർമ്മാണം. ഈ പുറമ്പോക്ക് ഭൂമിയാണ് കയ്യേറിയിരിക്കുന്നത്. തീരദേശ പരിപാലന നിയമം ചട്ടലംഘനം ഉണ്ടായിട്ടുണ്ട്. പരാതി നൽകി സമരം നടത്തുകയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. ഇപ്പോൾ കോൺഗ്രസ് ആണ് പഞ്ചായത്ത് ഭരിക്കുന്നത്. കോൺഗ്രസ് ഭരണസമിതി ചേർന്ന് സ്റ്റോപ്പ് മെമ്മോ കൊടുക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് പോകുന്നുണ്ട് എന്നാണ് ഈ അവിടുത്തെ യൂത്ത് കോൺഗ്രസ് നേതാവ് തന്നെ പറയുന്നത്. ഷൈജുവാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. മുൻപും ഇത്തരത്തിൽ നിയമലംഘനത്തിന് നോട്ടീസ് നൽകിയിട്ടുള്ളതാണ്. പക്ഷേ ഈ കോവിഡിന്റെ മറവിൽ വീണ്ടും അതെല്ലാം കവച്ചു വെച്ചുകൊണ്ട് നിർമ്മാണത്തിലേക്ക് കടന്നിരിക്കുകയാണ് ബെത്സൈദ റിസോർട്ട്.